നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുണ്ടെങ്കിലും കർണാടക തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനമായും ഇന്ത്യയൊട്ടുക്ക് ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കൂടാതെ കസ്റ്റഡി മരണ കേസിൽ എസ്പിക്ക് നേരെ ഇന്ന് സസ്പെൻഷൻ ഉണ്ടായി. ഇന്നലെ അതിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇന്ന് സ്വീകരിക്കും എന്നും അറിയുന്നുണ്ട്. അതുപോലെ മാഹിയിൽ പിണറായി വിജയൻ സന്ദർശനം നടത്തുന്നുണ്ട്. കൊല്ലപ്പെട്ട CPM പ്രവർത്തകന്റെ വീട്ടിലും ഒരു പക്ഷേ ചിലപ്പോൾ RSS പ്രവർത്തകന്റെ വീട്ടിലും ചിലപ്പോൾ പോകുമായിരിക്കും. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇന്ന് വരാനുണ്ട്. അപ്പം എല്ലാ വാർത്തകളും നമുക്ക് പരിശോധിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടകം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കർണാടകയിൽ ഇന്ന് വോട്ടെടുപ്പ്. കർണാടകത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. ജയനഗറും RR നഗറും ഒഴികെയുള്ള 222 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞോ? എങ്ങനെ പുരോഗമിക്കുന്നു വിവരങ്ങൾ? ധന്യയോടൊപ്പം തന്നെ വളരെ കൃത്യമായി നോക്കുമ്പോൾ രാവിലെ മുതൽ നല്ല ക്യൂ ആണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ കാണുന്നത്. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യെദ്യൂരപ്പ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും നഗരങ്ങളിലെന്നോ ഗ്രാമങ്ങളിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും വളരെ നീണ്ട നിര തന്നെ പ്രകടമാകുന്നുണ്ട്. വോട്ടെടുപ്പ് 7 മണിക്കാണ് ആരംഭിച്ചത് എങ്കിൽ പോലും അതിനു മുൻപ് തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലെല്ലാം തന്നെ വോട്ടർമാർ എത്തിയിരുന്നു. വളരെ സജീവമായിട്ടാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 5,12,00,000 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ 2 മണ്ഡലങ്ങളിൽ ഒഴികെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങളിലേക്കാണ് RR നഗറിലേക്കും വിജയനഗറിൽ BJP സ്ഥാനാർത്ഥിയും BN വിജയകുമാർ മരിച്ചതിനെ തുടർന്നാണ് ജയനഗറിൽ BJP സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്നാണ് അവിടെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. RR നഗറിൽ രാജരാജേശ്വരി നഗറിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചത് ഏതാണ്ട് 10,000-ഓളം വോട്ടർ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ്. ഈ മണ്ഡലത്തിൽ RR നഗർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം 28-നായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും രാവിലെ തുടങ്ങിയിട്ടുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ സമാധാനപരമായിട്ടാണ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് 56,696 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 450 പോളിംഗ് ബൂത്തുകൾ പിങ്ക് ബൂത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും, വോട്ടെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും നോക്കുന്നതും സുരക്ഷയ്ക്കടക്കം സ്ത്രീകളെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അങ്ങനെ വനിതകൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന 450 ബൂത്തുകൾ അടക്കം 56,696 ബൂത്തുകളിലെ ആയിട്ടാണ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് 4,44,00,000 സ്ത്രീ വോട്ടർമാരുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 12% വോട്ടർമാരുടെ വർധന ഇത്തവണ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചെയ്തതിനു ശേഷം യെദ്യൂരപ്പ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം. And entire state is supporting Bharatiya Janata Party. As I told you long back, we are going to win minimum 145 to 150 seats. 15th evening I will go and meet Prime Minister and also Amit Shah, and I will request them to come to swearing-in ceremony on most probably 17th evening or afternoon. ಈಗ ತಾನೇ ವೋಟ್ ಮಾಡಿ ಬಂದಿದ್ದೇನೆ. വലിയ ആത്മവിശ്വാസത്തിലാണ് യെദ്യൂരപ്പ. BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെ പറയുന്നു. എത്രത്തോളം സാധ്യതയാണ് തെരഞ്ഞെടുപ്പിലുള്ളത്? ഇതാണ് ധന്യ. 145 മുതൽ 150 സീറ്റുകൾ വരെ സംസ്ഥാനത്ത് ലഭിക്കുമെന്നാണ് ഇപ്പോൾ BS യെദ്യൂരപ്പ തന്നെ പറഞ്ഞത്. മാത്രമല്ല, പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതിയും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ മാസം 17-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് BS യെദ്യൂരപ്പ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തും എന്നും BS യെദ്യൂരപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് BJPയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ യെദ്യൂരപ്പയുടെ ഈ ആത്മവിശ്വാസം വോട്ടായി മാറുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് സംസ്ഥാനത്തിന്റെ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണ്. ഏതാണ്ട് 100ഓളം നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ്
കർണാടകത്തിൽ ഉള്ളത്. അവിടെ BJPക്ക് നേരിയ ഒരു മുൻതൂക്കം ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായും വിജയിക്കാനുള്ള വോട്ടായി മാറാനുള്ള സാധ്യതയ്ക്ക് മറ്റ് ഘടകങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 39% മണ്ഡലങ്ങളാണ് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ളത്. ഈ ഭാഗങ്ങളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് പൂർണ്ണമായും കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ജനതാദൾ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉള്ളത്. ഏതായാലും കോൺഗ്രസ് BJPയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് BS യെദ്യൂരപ്പ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും 100 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യതയാണ് BJP കാണുന്നത്. സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്നത് 113 സീറ്റുകളാണ്. ധന്യ, എന്തായാലും കർണാടകയിലെ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ SP AV ജോർജിനെതിരെ കടുത്ത നടപടിയെന്ന് സൂചന. സസ്പെൻഷനിലായ ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. വ്യാജമൊഴികൾ ചമച്ചതിന് ഉൾപ്പെടെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കുറ്റം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ജോർജിനെ നേരത്തെ തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് CI ക്രിസ്പിൻ സാം, SI ദീപക് എന്നിവരുൾപ്പെടെ 10 പേർ സസ്പെൻഷനിലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മാഹിയിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ കാണിപ്പൊയിൽ ബാബുവിന്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സന്ദർശിക്കും. RSS പ്രവർത്തകൻ ഷമേജിന്റെ വീടും മുഖ്യമന്ത്രി സന്ദർശിക്കാനിടയുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി എത്താത്തത് ചർച്ചയായ ഘട്ടത്തിലാണ് മാഹി സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. പരിപാടിക്ക് ശേഷം രാത്രി 8 മണിയോടെ മുഖ്യമന്ത്രി പള്ളൂരിലെത്തും. കൊല്ലപ്പെട്ട ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും. ന്യൂമാഹിയിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ ഷമീജിന്റെ വീട്ടിലും അദ്ദേഹം എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഉഭയകക്ഷി സമാധാന ചർച്ചയിൽ CPM-ഉം BJP-യും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. ഉഭയകക്ഷി ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങളിലൊന്നാണ് കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശനം. അങ്ങനെയുള്ള സന്ദർശനം ആകെ നടന്നത് 2017 ജനുവരിയിൽ മാത്രമാണ്. അന്ന് BJP പ്രവർത്തകൻ അണ്ടല്ലൂർ സന്തോഷിന്റെ വീട്ടിൽ P ജയരാജൻ പോയത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പൊതുസമൂഹത്തിൽ വൻ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മാഹിയിലെത്തിയ കോടിയേരി ബാലകൃഷ്ണൻ CPM പ്രവർത്തകരുടെ അക്രമത്തിനിരയായ ഹിന്ദു ഐക്യവേദി നേതാവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഫസൽ വധക്കേസിൽ മുൻ DYSP രാധാകൃഷ്ണന്റെ ആരോപണം തള്ളി കോടിയേരി ബാലകൃഷ്ണൻ. രാധാകൃഷ്ണന്റെ വാക്കുകൾ ശുദ്ധ അസംബന്ധമാണ്. CBI തള്ളിക്കളഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ആരോപിക്കുന്നത്. എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെ കരുവാക്കേണ്ടതില്ലെന്നും കോടിയേരി പറഞ്ഞു. CPM നേതാക്കളെ പിടികൂടുമെന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി കേസ് അട്ടിമറിച്ചു എന്നായിരുന്നു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആരോപണം. ഈ ആരോപണം ശുദ്ധ അസംബന്ധമാണ്. ഇത്തരം ആരോപണങ്ങളെല്ലാം CBI തന്നെ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ഈ പോലീസ് ഓഫീസർ അന്ന് അസാൻമാർഗീയ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ ജനക്കൂട്ടം പിടികൂടിയ ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ പേരിൽ അന്നത്തെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിച്ചിരുന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ഒരു പ്രചരണം മാത്രമാണത്. ആ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി പരിശോധിച്ചതാണ്, CBI പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണ്. ഇപ്പം വീണ്ടും രാഷ്ട്രീയ എതിരാളിയുടെ കയ്യിൽ കളിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ളത്. അദ്ദേഹത്തിന് എന്തോ കാര്യങ്ങൾ നേടാനുണ്ടാവും. അതിൻ്റെ ഭാഗമായി എന്നെ കരുവാക്കേണ്ടെന്ന കാര്യമില്ല. കേരളത്തിൽ ഇത്തവണ കാലവർഷം വൈകില്ല. മെയ് 25ഓടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. സംസ്ഥാനത്ത് ഈ വർഷം ആവശ്യത്തിന് മഴ ലഭിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇടവപ്പാതിയെക്കുറിച്ചിനി ആശങ്ക വേണ്ട. കേരളത്തെ ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷം കൈവിടില്ല. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറുള്ള തീരപ്രദേശത്ത് മെയ് 25ഓടെ മഴക്കാലമെത്തുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. സാധാരണഗതിയിൽ മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള സമയത്താണ് കാലവർഷം കേരള തീരത്ത് എത്തുന്നത്. ബംഗാൾ ഉൾക്കടലിലെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന് സാധാരണഗതിയിൽ ലഭിക്കുന്ന മഴയുടെ 97% ഈ വർഷം ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. 3000 മില്ലിമീറ്ററോളം മഴയാണ് പ്രതിവർഷം സംസ്ഥാനത്തിന് സാധാരണഗതിയിൽ ലഭിക്കേണ്ടത്. കേരളത്തിലെ കാലവർഷത്തെ സംബന്ധിച്ചുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മെയ് 15-നുണ്ടാകും. കഴിഞ്ഞ 2 ആഴ്ച ദക്ഷിണേന്ത്യയിൽ പലയിടത്തും നല്ല വേനൽ മഴ ലഭിച്ചു. വേനൽ മഴയും അനുബന്ധ സാഹചര്യങ്ങളും കാലവർഷത്തെ ശക്തമാക്കുന്നതിന് ഗുണകരമാകുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്നെന്ന ആക്ഷേപത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സമ്മേളനത്തിന് തീരുമാനം. കോടിയേരി
കോടിയിലെ ചുവന്ന വൃത്തം രേഖപ്പെടുത്തിയ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിക്ക് ചർച്ചയിൽ രൂക്ഷ വിമർശനം. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ 7 കമ്മിറ്റികളിലാണ് ചർച്ച നടന്നത്. പതാകയിൽ ചുവന്ന വൃത്തം രേഖപ്പെടുത്തിയ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിക്കായിരുന്നു രൂക്ഷ വിമർശനം. അതേസമയം ഇന്നലെ വൈകുവോളം നടന്ന ചർച്ചയിൽ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റി പങ്കെടുത്തില്ല. പോലീസിന് സംഭവിക്കുന്ന വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു തുടർ ചർച്ചകൾ. തെറ്റുകൾ തിരുത്തി മുന്നേറുകയാണ് വേണ്ടതെന്നും 7 കമ്മിറ്റികളും ആവശ്യപ്പെട്ടു. അതേസമയം വിമർശനങ്ങളെ ഭയക്കുന്നില്ലെന്ന നിലപാടാണ് യാത്രയയപ്പ് സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. ഇനി മറിച്ച് ഈ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അച്ചടക്കം വിട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ നിയന്ത്രണം വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പോലീസ് സംഘടന പരിശോധിക്കും. സേനയിലെ ജോലിക്കയറ്റത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ സർവീസ് കാര്യങ്ങളിലാണ് കൂടുതൽ ചർച്ചകൾ നടന്നത്. ഇന്ന് നടക്കുന്ന 21 കമ്മിറ്റികളുടെ ചർച്ചയിലും വിമർശനം ഉയരും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പോരാട്ടച്ചൂടിൽ ചെങ്ങന്നൂർ. നിയമസഭയിൽ പ്രാതിനിധ്യം കുറവാണെങ്കിലും 6 തവണ ചെങ്ങന്നൂർ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചത് സ്ത്രീകളെയാണ്. ഇത്തവണ മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ ആർക്കൊപ്പമാണെന്ന് പരിശോധിക്കാം. മത്സരം ഇഞ്ചോടിഞ്ചാണ്. 3 പാർട്ടികളുടെയും അഭിമാന പ്രശ്നമായ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി കളനിറഞ്ഞ പ്രചാരണ പ്രവർത്തനം നടത്തുകയാണ് മുന്നണികളിലെ വനിതാ പ്രവർത്തകർ. KR സരസ്വതിയമ്മയും ശോഭന ജോർജും 3 തവണ വീതം ജയിച്ച ചെങ്ങന്നൂരിൽ പുരുഷ വോട്ടർമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഇത്തവണ സ്ത്രീകളാണ്. 1 ലക്ഷത്തിന് മുകളിലാണ് സ്ത്രീ വോട്ടർമാർ. ചെങ്ങന്നൂരിലെ അമ്മമാർക്കും സഹോദരിമാർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരം സജി ചെറിയാന്റെ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലം തുടങ്ങിയ കാലം മുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഈ അക്രമം നിറഞ്ഞ ഈ ഭരണത്തിനെതിരെ ഒരു സ്ത്രീ മുന്നേറ്റം തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. കത്തു മുതൽ കസ്റ്റഡി മരണം വരെ പ്രചാരണ വിഷയമാകുമ്പോൾ സ്ത്രീ സുരക്ഷ അടക്കമുള്ളവ ഉയർത്തിപ്പിടിച്ച് വോട്ട് നൽകുമെന്ന് ചെങ്ങന്നൂരിലെ സ്ത്രീകൾ പറയുന്നു. പാവങ്ങൾക്ക് ജീവിക്കണം, ആരുടെ അടിമയെ പോകരുത്, എനിക്ക് 70 വയസ്സുണ്ട്, എനിക്ക് ജീവിക്കണം ഉള്ളത് തൻ്റെ ഇടമായിട്ട് ആര് അനുകൂലമായിട്ട് വരുന്നു അവർക്ക് വോട്ട് കൊടുക്കണം ആഗ്രഹം. ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കണം. നിലപാട് വ്യക്തമാണ്. വോട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്കാണ്. രാഷ്ട്രീയം രണ്ടാമത്. ഇഞ്ചോടിഞ്ച് പൊരുതുന്ന 3 മുന്നണികൾ മാത്രമല്ല, ജാതി മത സമുദായ സമവാക്യങ്ങളെല്ലാം വിജയത്തെ സ്വാധീനിക്കുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് 1 ലക്ഷത്തോളം വരുന്ന സ്ത്രീ വോട്ടർമാർ. ആർക്കൊപ്പമായിരിക്കും സ്ത്രീ വോട്ടർമാരുടെ കൂറ് എന്ന് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കൃത്യമായി അറിയാനും കഴിയും. സന്തോഷ് എസ് പിള്ളയ്ക്കൊപ്പം ചെങ്ങന്നൂരിൽ നിന്ന് അപർണ കുറുപ്പ്, ന്യൂസ് 18. ചെങ്ങന്നൂരിലെ സ്ത്രീ വോട്ടർമാർ ആർക്കൊപ്പം? കാണുക പെൺവോട്ട് ഇന്ന് രാത്രി 9:30. ഇറാനിൽ അമേരിക്കക്കെതിരെ ജനകീയ പ്രക്ഷോഭം. ലോകരാജ്യങ്ങളുമായുള്ള ഇറാന്റെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെതിരെയാണ് ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയത്. കരാറിൽ നിന്ന് പിന്മാറിയ നടപടി ഡൊണാൾഡ് ട്രംപ് പിൻവലിക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 26 വർഷമായി കലാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന കഥകളി ആചാര്യൻ. അർജുന സൊസൈറ്റി ഓഫ് ക്ലാസിക്കൽ ആർട്സ് എന്ന ഗുരുകുലം സ്ഥാപിക്കുമ്പോൾ കല മാത്രമായിരുന്നു ലക്ഷ്യം. 17ാം വാർഷികം ആഘോഷിക്കുന്ന അർജുനയിൽ ഇന്ന് ഒട്ടുമിക്ക ശാസ്ത്രീയ കലകളും അഭ്യസിപ്പിക്കുന്നുണ്ട്. മേയർ BK പ്രശാന്താണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കേരള സർക്കാർ കലാഗ്രാമമായി അംഗീകരിച്ച പാലക്കാട് ജില്ലയിലെ വെള്ളിഞ്ഞേഴി സ്വദേശിയായ ബാലസുബ്രഹ്മണ്യൻ തന്റെ ജീവിതം കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ അതിശയിക്കാനില്ല. കഴിഞ്ഞ 26 വർഷമായി കലയാണ് ഇദ്ദേഹത്തിനെല്ലാം. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയാണ് ബാലസുബ്രഹ്മണ്യൻ തന്റെ കലാസഭയ്ക്ക് തുടക്കമിട്ടത്. 17 വർഷങ്ങൾക്ക് മുൻപാണ് ബാലസുബ്രഹ്മണ്യൻ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അർജുന സൊസൈറ്റി ഓഫ് ക്ലാസിക്കൽ ആർട്സ് ആരംഭിക്കുന്നത്. 2 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇന്ന് 600 പേരുണ്ട്. എല്ലാ ക്ലാസിക്കൽ കലകളും അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥാപനം 600-ൽ പരം വിദ്യാർത്ഥികളുണ്ട് ഇന്ന് സ്ഥാപനത്തിലുണ്ട്. കേരളത്തിനകത്ത് പുറത്ത് ധാരാളം പരിപാടികൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, വിദേശങ്ങളിലൊക്കെ ധാരാളം പോയ ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ കേരളത്തിനകത്തുള്ള കലാമത്സരങ്ങൾ, സംസ്ഥാന കലോത്സവങ്ങളിൽ നിരവധി തവണ 1ാം സ്ഥാനക്കാരുണ്ടായിട്ടുണ്ട്. കഥകളിയിലായിരുന്നു തുടക്കം. പതുക്കെ പതുക്കെ മറ്റു കലകളും. ഇപ്പോൾ
ഒട്ടുമിക്ക കലകളും ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ. 26 വർഷം മുൻപാണ് ബാലസുബ്രഹ്മണ്യൻ മാർഗയിൽ കഥകളി വിഭാഗത്തിൽ ജോലി നോക്കി തുടങ്ങിയത്. കാലവും കോലവും മാറിയെങ്കിലും ആദ്യ ആവേശത്തോടെ തന്നെ കലയെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അർജുന സൊസൈറ്റി ഓഫ് ക്ലാസിക്കൽ ആർട്സിലൂടെ നിരവധി കുട്ടികളെ കലാരംഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് മേയർ VK പ്രശാന്ത്. നിരവധി കുട്ടികൾക്ക് കലാരംഗത്ത് കഴിവ് തെളിയിക്കുന്നതിന് ഈ സ്ഥാപനത്തിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. കേരളത്തിലാദ്യമായി കുട്ടികളെ കഥകളി അരങ്ങിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യവും ബാലസുബ്രഹ്മണ്യനുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഈ കലാകാരന് പരാതിയില്ല. പണമല്ല ഇദ്ദേഹത്തിന് പ്രധാനം, കലയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.